ചില രാജ്യങ്ങളിലൊക്കെ സൈക്കിളിനും സ്കൂട്ടറിനും പോകാൻ പ്രത്യേക പാത പോലുമുണ്ട്. ആ പാതയിലേക്ക് മറ്റു വാഹനങ്ങൾ പ്രവേശിക്കാനും പാടില്ല. നിർദ്ദേശങ്ങൾ ഏറെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു നിർദ്ദേശങ്ങൾ? ഞങ്ങൾ തൃശ്ശൂർ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും നിർബന്ധമായിട്ട് പറയുന്നത്, തൃശ്ശൂർ പണ്ട് ഉണ്ടായിരുന്നതാണ് ഈ 3 ട്രാക്ക് എന്നുള്ളത്. ആദ്യത്തെ 2 ട്രാക്ക് മാത്രം വലിയ വാഹനങ്ങൾക്ക് മാത്രമല്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞത് അതിൽ ചെറിയ വാഹനങ്ങൾക്ക് പോകാം, വലിയ വാഹനങ്ങൾക്ക് പോകാം. അതേസമയം ഈ 3ാമത്തെ ട്രാക്കിൽ മാത്രം ചെറിയ വാഹനങ്ങൾ മാത്രം പോകാൻ പാടില്ല. അതാണ് അതിന്റെ നിയന്ത്രണം. അല്ലാതെ അദ്ദേഹം പറഞ്ഞ മാതിരി നമുക്ക് ക്രോസിങ് മറ്റൊരു സൈഡ് വഴിയിലേക്ക് പോകണമെങ്കിൽ മറ്റു 2ാമത്തെ ട്രാക്കിലും ആദ്യത്തെ ട്രാക്കിലും പോകാതെ 2 വീലറിന് പാസ് ചെയ്യാൻ പറ്റില്ല. പലരും ധരിച്ചിരിക്കുന്ന ആ 3ാമത്തെ ട്രാക്കിൽ മാത്രം 2 വീലർ പോകാൻ ചെയ്യാൻ സാധിക്കില്ല. തൃശ്ശൂർ നമുക്ക് സാധിക്കില്ല, നമുക്കറിയാലോ. അപ്പൊ ഞങ്ങൾ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ഇത് 3 ട്രാക്കില് ഒരു ട്രാക്ക് ചെറുവാഹനങ്ങൾ, സ്കൂട്ടർ, 2 വീലറിന് മാത്രമല്ല, 2 വീലർ, കാറ്, ഓട്ടോറിക്ഷ, വലിയ വാഹനങ്ങൾ, ബസ്, ലോറി അതുപോലുള്ള വാഹനങ്ങൾ ഈ 3ാമത്തെ ട്രാക്കിലേക്ക് കടക്കരുത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്പൊ കുറച്ച് വണ്ടികളൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞ മാതിരി കുറച്ച് വണ്ടികളല്ല. നമ്മൾ ദിവസം നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ജംഗ്ഷനുകൾ ഞാൻ പറഞ്ഞു, ഞാൻ പലപ്പോഴും ഫോട്ടോ എടുത്തിട്ട് പത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. TCBയിൽ വന്നിട്ടുള്ളതാണ് നായ്ക്കനാല്, ബിനി, അതുപോലെ മുനിസിപ്പൽ ഓഫീസിലേക്ക് കടക്കുന്ന സ്ഥലത്ത്. ഈ 2 സ്ഥലത്ത് നമ്മൾ ചെന്നതിന് 1 മണിക്കൂറിനുള്ളിൽ 4-5-10 ബസ്സുകളെങ്കിലും ഈ 3ാമത്തെ ട്രാക്കിൽ വന്ന് വീശി അടിച്ചു പോകുന്നതാണ്. ജനങ്ങൾ ഇപ്പോൾ 2 വീലറുകളൊക്കെ അതിന്റെ അടിയിൽ പെടാതെ രക്ഷപ്പെടുന്നെങ്കിൽ അതൊരു ഭാഗ്യം, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനിയൊരു അപകടം ഉണ്ടാവുക ഇത് കുറച്ച് നാളെ 2-3 കൊല്ലത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്ന മാത്രം. അത് അപകടം ഉണ്ടാവാൻ വേണ്ടി കാത്തിരിക്കുന്ന മാതിരി ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം. ഞങ്ങൾ പലതവണ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് റെക്കോർഡിക്കലി തീരുമാനം തന്നിട്ടുള്ളതാണ്. പക്ഷെ നടപ്പാക്കുന്നില്ല. അത് ഞങ്ങൾ പറയുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ബസ് മുതലാളിമാരുടെ തൊഴിലാളികളുടെ സമ്മർദ്ദത്തിന്റെ പിന്നിലുണ്ടായിരിക്കാൻ. അവർക്ക് ഈ നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടില്ല ആർക്കായാലും. ഈ ബസ്സിന്റെ ടൈമൊന്നും ഈ റൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. നല്ല വീതിയുള്ള റോഡാണ്, നല്ല റോഡാണ്. ഇതില് പ്രൈവറ്റ് ബസ്സുകൾ 3ാമത്തെ ട്രാക്കിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് ബസ് ഉടമകളും തൊഴിലാളികളും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ വേറൊരു സമയത്തിന്റെ പ്രശ്നങ്ങളൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, തൃശ്ശൂർ റൗണ്ടിൽ 2-3 സ്കൂളുകളുണ്ട്. സ്കൂളുകളുടെ അവിടെ ദൂരപരിധി ഉള്ളതാണ്. 30 കിലോമീറ്ററിൽ കൂടുതൽ ഓടാൻ പാടില്ല എന്ന് കർശനമായിട്ടുള്ള നിയമമുള്ളതാണ്. ആരെ നിയന്ത്രിക്കണേ? നേരത്തെ പറഞ്ഞ മാതിരി നിറയെ ക്യാമറകളുണ്ട്. തൃശ്ശൂർ റൗണ്ടിൽ നിറയെ ക്യാമറയുണ്ട്. പോരാത്തതിന് ഇഷ്ടംപോലെ പോലീസ് വണ്ടികൾ പോകുന്നതാണ്. ട്രാഫിക് എൻഫോഴ്സ്മെന്റ് പല പേരിലുള്ള പോലീസ് വണ്ടികൾ പോകുന്നതാണ്. നടപടി എടുക്കുന്നില്ല. ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്, എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല? ഇവരിത് കാണുന്നില്ലേ? നേരിട്ട് കാണുന്നില്ലേ? ക്യാമറയിൽ കാണുന്നില്ലേ? എന്തുകൊണ്ട് നടപടി എടുക്കാത്ത? നിറയെ 1 മണിക്കൂർ ക്യാമറയും പിടിച്ചിട്ട് ചെന്ന് കാണാൻ പറ്റും. തൃശ്ശൂർ റൗണ്ടില് പല ബസ്സുകളും ഈ പ്രത്യേകിച്ച് ഈ നായ്ക്കനാല്, ബിനി ടൂറിസ്റ്റ് ഹോം, പ്രത്യേകിച്ച് ബാക്കി സ്ഥലത്തും ഉണ്ട്, ഹോസ്പിറ്റൽ ജംഗ്ഷനുണ്ട്, എല്ലായിടത്തും ചീറിപ്പാഞ്ഞ് വീശി അടിച്ചു പോകുന്നത് കാണാം. അതിൻ്റെ ഇടയിലൊക്കെ ജനങ്ങൾ പെടാതിരിക്കുന്നത്. ഇപ്പൊ 2 വീലറുകാർ മാത്രമല്ല, ഓട്ടോറിക്ഷകൾ മാത്രമല്ല, നടന്നു പോകുന്നവർ മാത്രമല്ല, എല്ലാവർക്കും അപകടം ഇല്ലാതെ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അല്ലാണ്ടെങ്കിൽ ആരുടെയും നിയന്ത്രണം കൊണ്ടല്ല. ഈ സ്വരാജ് റൗണ്ടിൽ നടപ്പാതയെങ്കിലും ഉണ്ട്. മറ്റു പല റോഡിലും ഇപ്പൊ നടപ്പാതയില്ലാത്ത അവസ്ഥയാണ്. നടപ്പാതയിൽ വലിയ പ്രശ്നം വെച്ചാലേ